അങ്ങനെ മാവിളക്കടവിലെ ചീര കൃഷിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ ചീര മുതലേ വലിയ ചീര വരെയുണ്ട്. ആ കാഴ്ചകളിലേക്കൊന്ന് പോയാലോ? തികച്ചും ഗ്രാമാന്തരീക്ഷത്തിലുള്ളൊരു കൃഷിയിടമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ മാവിളക്കടവ് ഭാഗം, ബ്ലാത്താങ്കര വഴി മാവിളക്കടവ് എത്താം. ഫേമസ് ആണ് ഇവിടുത്തെ ചീരയും കൃഷിയുമൊക്കെ. നല്ല മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായൊരു സ്ഥലമാണ്. വല്ലപ്പോഴൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പക്ഷേ അവർ മണ്ണിട്ടൊക്കെ നികത്തുന്നുണ്ട്. ആ സൈഡൊക്കെ മണ്ണിട്ട് അവർ നികത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചീര കൃഷി. തിരുവനന്തപുരം ജില്ലയിലെ വ്യത്യസ്തമായൊരു പേരുകേട്ട കർഷകരുള്ളൊരു നാടാണിത്. മാവളക്കിടവ് ചീര. ഇടയ്ക്കിങ്ങനെ വെള്ളത്തിന് വേണ്ടി ഓട കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനെ ഇതാണ്. ഇതൊക്കെ ചെറിയ ഇത് മുളച്ച് വരുന്നുണ്ട്. പിന്നെ പാകമായ ചീരയാണ് ഇതൊക്കെ. ചീര മാത്രമല്ല, കത്തിരിക്ക, വാഴ, വെണ്ട, അങ്ങനെ മൾട്ടി കൃഷി പരിപാടിയാണ്. പയറ്, നല്ല ഭംഗിയുള്ള കാഴ്ച. ആ കളറും ചീരയുടെ ആ ഒരു സ്റ്റൈലൻ കളറുണ്ടല്ലോ, ഇതൊക്കെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ്. നല്ല പച്ച നല്ല വെള്ളമൊക്കെ കോരി ഇത് തൈ ഇളക്കി തടവുമല്ലേ? ഇങ്ങനെ തന്നെ ഇട്ടേക്കും. പെട്ടെന്ന് ഇതായിക്കോളും. സ്വന്തം പരിപാടിയാണത്? എത്ര കാലമായി? 10-20 വർഷം കൊണ്ടുണ്ട്. അപ്പോഴും അന്നേ ചീര കൃഷിയാണ്. ഇല്ല, മൾട്ടി പരിപാടിയാണ്. കത്തിരി, വാഴ, ചീര, പയറ്, വെണ്ട, വെള്ളരിക്ക ഉണ്ട്. ആ സീസണില്ലല്ലേ ഇപ്പോൾ? അവിടെ നട്ടു വെച്ചിട്ടുണ്ടല്ലേ? സംഗതി വിചാരിച്ച പോലെയല്ല. വെണ്ട, കത്തിരിക്ക, പലതരം മൾട്ടി കൃഷി പരിപാടികൾ കേട്ടോ. ചെറിയ ചെളി ഉണ്ട്. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അല്ലേ? അത് അടച്ചെങ്ങനെ വെള്ളം ഇത് ചെയ്യും അല്ലേ? അപ്പം കൃഷി ലാഭമാണ് ഇല്ലയോ? അപ്പോൾ ഈ കൃഷി കൊണ്ടുള്ള ജീവിതമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, അപ്പോൾ കാണാം. ശരി. കുറച്ച് കേടായിപ്പോയി അല്ലേ? വേണ്ട, കേട് പിടിച്ചു പോയതാണ്. അത് പുഴു വെളുത്ത് രോഗം ബാധിച്ചല്ലേ? ശരി. അപ്പോൾ ഇവിടെ അപ്പോൾ മാവൊക്കെ നട്ടിട്ടുണ്ട്. അത് വേറെ അല്ലേ? അങ്ങനെ ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ അത് മാവ് കൃഷിയിലേക്ക് തിരിയാണ്. മണ്ണിട്ട് നിർത്തി അല്ലേ? അങ്ങനെ. ശരി, അപ്പോൾ ഓക്കെ. അപ്പോൾ ഗ്രാമത്തിലെ പ്രസിദ്ധമായ ചീരകൃഷിയൊക്കെ കണ്ടല്ലോ. അവതരണത്തിലോ ശബ്ദത്തിലോ എന്തിലെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. നിങ്ങളുടെ സ്വന്തം ചാനലാണ്. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും മറ്റൊരു വാർത്തയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.